തമിഴ്നാട് ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് ലാലേട്ടൻ നായകനെടുത്തി എമ്പുരാൻ അല്ലെങ്കിൽ ഖുറേഷി ഇബ്രാഹിം മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കുമ്പോൾ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ നായകനായിട്ടെത്തിയ എമ്പുരാന് ഓപ്പോസിറ്റ് ആയിട്ട് എത്തിയ ചിത്രമാണ് വിക്രം നായകനായിട്ടെത്തിയ വീരധീര സൂര്യൻ എന്ന് പറയുന്ന സിനിമ. മികച്ച അഭിപ്രായങ്ങൾ എമ്പുരാനേക്കാൾ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ പ്രതിഫലനം ഉണ്ടാകുന്നില്ല. ശിവകാർത്തികേയൻ ചിത്രവും പ്രദീപ് രംഗനാഥൻ ചിത്രവും ഒക്കെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ലാസ്റ്റ് ഇറങ്ങിയ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ ഒരു തമിഴ്നാട് ബോക്സ് ഓഫീസിനെ അതിശയിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കിയെങ്കിൽ വീരധീര സൂര്യന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ട് ആ ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. അതേസമയം ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിലും കത്തിക്കയറി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തമിഴ് സിനിമാ പ്രേമികൾ ചിത്രത്തെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചിത്രത്തെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിനം ഏകദേശം 2 കോടി രൂപയോളം സ്വന്തമാക്കിയ ചിത്രത്തിന് ഇന്നലെ രണ്ടാം ദിനം 1 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ ശനിയാഴ്ച ബുക്കിംഗ് ഉയർന്നിട്ടുണ്ട്. ചെന്നൈ പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് ഹൗസ്ഫുള്ളിന്റെ ഒരു മാമാങ്കം തന്നെ കാണാൻ സാധിക്കുമ്പോൾ ചിത്രം വീരധീര സൂര്യനെയും കടത്തിവിട്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ തന്നെ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീരധീര സൂര്യന് ആദ്യ ദിനം തമിഴ്നാട് ബോക്സ് ഓഫീസ് 4 കോടി രൂപ, രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ഏകദേശം 6 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ മാത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ശനിയാഴ്ച ആരായിരിക്കും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയിക്കുന്നതെന്ന് നമുക്ക് വരും മണിക്കൂറിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം എമ്പുരാനാണോ വീരധീര സൂര്യനാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ ഒരു ചിത്രങ്ങളുടെ എല്ലാം തന്നെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.